സുമതി വളവ് ഇന്ന് റിലീസായി സിനിമ. മാളികപ്പുറം എന്ന വൻ ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം അതേ ടീം, അതായത് അഭിലാഷ് പിള്ള എഴുതി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത സിനിമയാണ് സുമതി വളവ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ എനിക്ക് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെ എനിക്ക് വിശേഷിപ്പിക്കാൻ ഒറ്റ വാക്കേ ഉള്ളൂ: ഇതൊരു അറുബോറൻ പ്രേതപ്പടമാണ്. തനി ബോറ്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത, ഒരു നിലവാരം ഇല്ലാത്ത, ഒന്നിനും കൊള്ളാത്തൊരു സിനിമ. നമ്മളൊരു 10-20 വർഷം മുമ്പ് വരെ ഒരു പ്രേതപ്പടം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇതിലും പേടിക്കും. അവരൊന്നും ചെയ്യാതെ തന്നെ നമ്മൾ വീടാൻ പേടിക്കും. ഇതിൽ ഇവർ നമ്മളെ പേടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ചിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കൊന്നും തോന്നത്തില്ല. നമ്മൾ ചിരിക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഇവരുടെ കോമഡി കണ്ടിട്ടല്ല, ഇവർ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ചിരിക്കുന്നത്. പിന്നെ ഇവരുടെ ഡയലോഗുകൾക്ക്, തനി അച്ചടി ഭാഷ ഡയലോഗ്. അതായത് ഏത് കാലത്താണ് ഇവർ ഈ സിനിമ എടുക്കുന്നത്? ഇന്ന് നാടകങ്ങൾക്ക് വരെ നാച്ചുറൽ സംസാരമാണല്ലോ. അപ്പോൾ എന്തർത്ഥത്തിലാണ് അഭിലാഷ് പിള്ള ഇത് എഴുതി വെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല. എഴുത്ത് തന്നെയാണ് ഏറ്റവും വീക്ക്. ഒരു ലോഡ് ക്യാരക്ടേഴ്സും ഒരു ലോഡ് ഇവൻസും സിനിമയിൽ നടക്കുന്നുണ്ട്. 2 മണിക്കൂർ 20 മിനിറ്റാണ് ഡ്യൂറേഷൻ. 2 മണിക്കൂർ 20 മിനിറ്റ് കൊലവധമാണ്. അപ്പോൾ ഇതിൽ ഇഷ്ടം പോലെ ഇവൻസും ക്യാരക്ടേഴ്സും ഉണ്ട്. ഇതൊന്നും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല, ഒന്നുമില്ല. നമ്മൾ പണ്ട് പറയുന്ന പോലെ ഇപ്പോഴും തെലുങ്ക് സിനിമകളൊക്കെ അങ്ങനെയാണ്. അതായത് 5 പാട്ട്, 5 ഡാൻസ്, 5 ഫൈറ്റ്, ഇത്രയും ഉണ്ട്. ഇത് മറ്റേ എന്നിട്ട് കഥയിലെ ഓരോ സീൻ ചുമ്മാ സെപ്പറേറ്റ് എഴുതിയിട്ട് ഇത് എഡിറ്ററായി കൊടുക്കും. ഇത് നീ വേണ്ടിടത്ത് ഇതൊന്ന് ഒരു പാട്ട് വേണ്ടിടത്ത് ഇട്ടോ, ചുമ്മാ ഇട്ടോ. പാട്ട് കഥയ്ക്ക് വേണ്ടിടത്തല്ല, ഇവർക്ക് ഈ പാട്ട് എവിടെയെങ്കിലും ഇടാൻ വേണ്ടിടത്ത് ഇട്ടോ. ആ ഒരു സെറ്റപ്പിൽ ആണ് ഇതെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ടെക്നിക്കലി ബഡ്ജറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് കുറച്ച് അരമണിക്കൂർ കാണുമ്പോൾ മനസ്സിലാക്കാം. പക്ഷേ കിട്ടിയ ആൾക്കാർ മാറിപ്പോയി. ഇവർക്ക് ഇത് യൂസ് ചെയ്യാൻ അറിയത്തില്ല. ഇവർക്ക് മാളികപ്പുറം പോലെ ചെറിയ പരിപാടി ചെയ്താൽ പോരെ. ഇത് വലിയ എന്തോ നമ്മുടെ കേരളത്തിലെ മെയിൻ ആൾക്കാർക്ക് അറിയാവുന്നൊരു ടൈറ്റിലും വെച്ച് ആൾക്കാരെ പറ്റിക്കുന്ന മറ്റേ പറ്റിക്കൽ നാടകമാണ് ഈ സിനിമയുടെ പരിപാടി. അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല, ഒന്നുമില്ല. ക്യാരക്ടേഴ്സ്, ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ചിരിക്കാൻ ഭാഗ്യമുണ്ട് ഈ സിനിമ. അത് ഇവരുടെ കോമഡി അല്ല, ഇവർ സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട്. അതിന് മെയിൻ പങ്ക് വഹിച്ചത് സാന്ത്വനത്തിലെ ക്യാരക്ടർ ആയിട്ടുള്ള മറ്റേ ഗോപിക എന്ന് പറഞ്ഞ ആളാണ്. പുള്ളിക്കാരുടെ ഡയലോഗാണ് എനിക്ക് ഏറ്റവും ചിരി വന്നത്. ഇഷ്ടം പോലെ സ്ഥലത്ത് ചിരിച്ചു. പിന്നെ ഒരു ലോഡ് നായികമാരുണ്ട്, 5-6 മെയിൻ നായികമാരുണ്ട്. ഈ മാളവിക, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഗോപിക, പിന്നെ സിജ, പിന്നെ ജൂഹി, പിന്നെ പഴയ ഒരു നായിക തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് കാര്യത്തിനാണെന്ന് അറിയത്തില്ല. പിന്നെ മെയിൽ ക്യാരക്ടേഴ്സ് ഇഷ്ടം പോലെ, ആരുടെ ഒരു കാര്യമില്ല. ഏറ്റവും കോമഡി മുകേഷിൻ്റെ മകൻ ശ്രാവൺ ആണ്. തനി കോമാളി, ഒന്നിനും കൊള്ളാത്ത അഭിനയം. അർജുന അശോകൻ, ബാലു വർഗീസ് എല്ലാവരും മോശം. മറ്റേ പിന്നെ പേടിച്ചോ എന്ന് പറയുന്നത് സ്വിച്ച് ഇട്ട പോലെ ആക്ഷൻ, അപ്പോൾ സ്വിച്ച് ഇടും, പേടിക്കുന്നു, നിർത്തുന്നു. ഒരു നാച്ചുറാലിറ്റി ഇല്ലാത്ത സിനിമ. പെർഫോമൻസ്, സിനിമ, എഴുത്ത് എല്ലാം അങ്ങനെ ഒന്നിനും കൊള്ളാത്തൊരു സിനിമയാണ് സുമതി വളവ്. ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 1/5 ആണ്. ഈ 1 കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ BGM കൊള്ളായിരുന്നു.